എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, നമുക്ക് എന്നത്തെയും പോലെ തന്നെ ഇന്നൊരു പുതിയ തുടക്കം, പുതിയ ദിവസം. ഇന്നത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിയെ അമ്മൂട്ടി പറയും. ഫസ്റ്റ് നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, നെക്സ്റ്റ് വ്ലോഗ്, നെക്സ്റ്റ് റീൽ, നെക്സ്റ്റ് എഡിറ്റിംഗ്, നെക്സ്റ്റ് നെക്സ്റ്റ് ഉറക്കം. അത് ഇവളുടെ കാര്യം. റെസ്റ്റ് ഇല്ലാത്ത ഒരേ ഒരാളാണ് വീഡിയോ എടുക്കാൻ നേരത്ത് നമ്മുടെ കൂടെ എന്നും ഓടിയെത്തുന്ന നമ്മുടെ മെയിൻ ആള്, നമ്മുടെ സങ്കജ സഹചാരി, നമ്മുടെ സ്വന്തം ഗാർഗിമോൾ ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗാർഗിമോളെ വാ, ഗാർഗിമോളെ കം കം കം. അവളെ ഞാനല്ലേ വിളിച്ചത്. അമ്മൂട്ടി, ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഓരോരുത്തർക്കും ഓരോ പ്ലാനിങ് ഉണ്ട്. നിനക്ക് എന്തൊക്കെയാണ് ഓരോ ദിവസം തുടങ്ങുമ്പോഴത്തേന് പ്ലാൻ ചെയ്യുന്നത്? എനിക്ക് രാവിലെ എണീറ്റ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് തിന്നണം, ഉച്ചക്ക് എന്താക്കണം, പിന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ, എവിടെയെങ്കിലും പോയാലോ. എനിവേ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനി എന്റെ റൊട്ടീൻ ഞാൻ പറഞ്ഞുതരാം. അത് രാവിലെ ഞാൻ എണീറ്റ് കഴിയുമ്പോഴത്തേന് എനിക്ക് ഒരുപാട് ആഗ്രഹമാണ്. ഒരു ദിവസം അവസാനിക്കുമ്പോഴത്തേന് ഇന്ന് എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും സക്സസ് ഉണ്ടാക്കണം. ഇതായിരിക്കും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും നടക്കാറില്ല. രാവിലെ തുടങ്ങുമ്പോഴത്തേനുള്ള ആഗ്രഹമാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേന് അതേ ആഗ്രഹത്തിൽ കിടന്നിറങ്ങും. നാളെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്റെ കർത്താവേ എന്ന് ആലോചിച്ചിട്ട് രാത്രി കിടന്നിറങ്ങാം. ഓക്കെ, അതും ലീവ് ഇറ്റ്. അങ്ങനെ രാവിലെ നമ്മൾ എണീക്കുന്നു. രാവിലെ എണീറ്റിട്ട് ആ ഒരു രാവിലെ ഇടുന്ന ഒരു ഇതുണ്ടല്ലോ, ഉൾവിളി. ആ ഉൾവിളിയിൽ നമ്മളങ്ങ് തുടങ്ങും. ദൈവവിളി എന്നൊക്കെ പറയുന്ന പോലെ അന്തമാതിരി ഒരു വിളി. ആ വിളി കഴിയുമ്പോഴത്തേന് പിന്നെ ഫുൾ ചാർട്ടഡാ. ഓരോരോ പരിപാടി ഇത്ര ടൈമിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ടൈമിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഫുൾ ചാർട്ട് ചെയ്യും. ഈ ചാർട്ടിങ് അവിടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഞാൻ ഫുൾ എനർജി. പിന്നെ 10 മണിയായി, 11 മണിയായി, 12 മണിയാകുമ്പോഴത്തേന് ഈ ചാർട്ട് ചെയ്ത സാധനങ്ങൾ പതിയെ താഴോട്ട് വരും. പക്ഷെ ഇതിനകത്ത് നമ്മൾ ചാർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും വൈകുന്നേരം ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, സ്വാഭാവികമാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇതുപോലൊക്കെ സംഭവിക്കുന്നത്. ടീച്ചറിന് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല എന്നാണോ? അല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എല്ലാ കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് എന്നെ പണിയാലും പ്ലാൻ പണിയേ പണ്ണുള്ളൂ. നിനക്ക് അന്ത മാതിരി കാര്യങ്ങൾ അറിയത്തില്ല മതി. ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന രാത്രി കിടക്കുമ്പോഴാണ് കേട്ടോ. രാവിലെ എന്തെങ്കിലും അഥവാ ബ്ലോഗൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിക്കും ചില സമയത്ത്. ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ എല്ലാം കാണുമ്പോ ഞാനും ചെയ്താലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ രാത്രി കിടക്കുമ്പോ രാവിലെ വരെ പ്ലാനിങ്. അതിന് എടുക്കുന്നു, ഇങ്ങനെ പറയുന്നു, ഇതൊക്കെ. പക്ഷെ രാവിലെ ആകുമ്പോഴേക്കും എല്ലാം മറന്നു. അതാണ് മെയിൻ കഥ. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കഥകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മുവിന്റെ പ്ലാനിങ് കഴിഞ്ഞു. ഇന്ന് രാവിലെ എണീക്കുമ്പോ തന്നെ എനിക്ക് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരുന്നു മുട്ടി? ഇന്ന് രാവിലെ എണീക്കുമ്പോഴേക്ക് ഇല്ല, പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ഇല്ല. ബട്ട് ഇന്ന് എനിക്ക് വൺ പ്ലാനിങ് ആയിരുന്നു. ഇന്ന് എന്നെയും കൊണ്ട് കഷ്ടപ്പെടുത്താൻ അമ്മു ഇന്നലെ എഴുതി വെച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്ന് ഷൂട്ട് ചെയ്യണം. കാരണം അതൊന്ന് റീമേക്ക് ചെയ്ത് ഞാൻ എഴുതി, കാരണം അതെനിക്ക് വാശിയായിരുന്നു. ഇവളുടെ എന്തായാലും എഴുതിയല്ലേ, അതൊന്ന് ചെയ്തു കൊടുക്കണമെന്ന്. അപ്പൊ ഞാനതൊന്ന് എഴുതി. അമ്മ എഴുതിയ കഥ അവളെ കുറച്ച് കുറിച്ചു, പക്ഷെ അത് റെഡി ആയില്ല. ഞാൻ എഴുതിയത് സ്ക്രിപ്റ്റ് രൂപത്തിലല്ല, മറ്റേ കഥകള് സാധാ കഥ എഴുതുന്ന പോലെ എഴുതി. പക്ഷെ അത് അഭിനയിക്കാനല്ല, അത് സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അതന്നെ അതായിട്ടില്ല. അപ്പൊ ടീച്ചർ അത് പുതുക്കി പണിതു. അപ്പൊ ഞാൻ അത് പുതുക്കി പണിത് കഴിഞ്ഞപ്പോഴത്തേന് അതിന് കുറച്ചൊരു രൂപരേഖയൊക്കെ കൊടുത്ത് ഔട്ട്ലൈനൊക്കെ കൊടുത്ത് സംഭവം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ അതിനെ പറ്റിയിട്ട് ഇന്നലെ പ്രാങ്ക് വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്ന ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഷൂട്ട് ചെയ്ത് തീർക്കണം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി പോകുന്നു. നമുക്ക് എന്നതേ പോലെ നമ്മുടെ പശ്ചാത്തലം, നമ്മുടെ പശ്ചാത്തലം നമ്മൾ എപ്പോഴും ചിത്രീകരിക്കുന്നത് നമുക്ക് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വൺ പ്ലാനിങ് ആണ്. പ്ലാനിങ് പക്കയാക്കണമെങ്കിൽ വലിയ പ്ലാനിങ്ങിന്റെ ഉറവിടമാണ് ഈ തല. അന്തമാതിരി പ്ലാനിങ്സ് ഒക്കെ എനിക്ക് ഇருக்கு. പക്ഷെ അതിന് വർക്ക്ഔട്ട് ആവണമെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. പക്ഷെ ഞാൻ അതെല്ലാം ചെയ്യും കേട്ടോ. അതെല്ലാം ഞാൻ ചെയ്തെടുക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ഒരു സമയത്തല്ലേ മറ്റു സമയത്ത് നമ്മൾ ചെയ്തിട്ടില്ല. അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ചെയ്തിട്ടില്ല നമ്മൾ വീഡിയോ. ഇപ്പം ജോലി ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഡേറ്റ് ആവുന്നത്. എന്നാലും നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ട്. കിട്ടുന്ന ടൈം എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള്
നോ റെസ്റ്റ്. അതുകൊണ്ട് പുറത്ത് പോയി എടുക്കാൻ നമുക്ക് അതാണ് നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോസ് എടുക്കണമെന്നുണ്ട്. പക്ഷെ അതാണ് നമുക്ക് കുറച്ചൊന്ന് ലാഗ് അടിക്കുന്നത്. അത് നമ്മൾ തിരുത്തി കുറിച്ചിരിക്കും. ഓക്കെ. സോ നമ്മളപ്പോ ഇന്നത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. ഞാനേ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കേൾപ്പിച്ചു തരാം കേട്ടോ. അതായത് നിങ്ങളൊന്ന് പീസ്ഫുൾ ആയിക്കോ അല്ലെ അമ്മൂട്ടി? ഈ വർത്താനം കേട്ട് അളുമ്പാവുന്നതിനേക്കാളും നല്ലത് അവരൊന്ന് എൻജോയ് ചെയ്യട്ടെ. കാരണം നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കലാണ് അല്ലെ, ഇവരെ എൻജോയ് ചെയ്യിപ്പിക്കലാണ് നമ്മുടെ മെയിൻ ഒരു ഘടകം. ഇത് നിങ്ങൾ കേൾക്കാതെ പോകരുത് ഗൈസ്. ചേട്ടായി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ചേട്ടായി വർക്കിംഗ് ടൈമില് നമ്മൾ ചേട്ടനെ പിടിച്ചിരുത്തിയേക്കാണ്. അല്ല ഉഞ്ഞാട്ടനെ പറ്റിയിട്ട് രണ്ടു വാക്കല്ല, ഉഞ്ഞാട്ടെ ഒരു പാട്ട് അതിനു മുന്നേ നമുക്ക് ഒരാളെ കാണിച്ചു തരാം. ഇത് കണ്ടോ നമ്മുടെ ഗാഗപ്പ തോഴി കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ. ഉഞ്ഞാട്ടെ നമുക്കൊരു അടിപൊളി പാട്ട് പാടിത്തരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉഞ്ഞാട്ട ഒരു അടിപൊളി പാട്ട് ആസ്വദിക്കാം. ഓക്കെ. ഇനിയുള്ള വ്ളോഗിലൊക്കെ നമുക്ക് ഉഞ്ഞാട്ട നല്ല നല്ല പാട്ടുകളും പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി അല്ലെ ഇടയ്ക്ക് നമുക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. അപ്പൊ അത് നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാലോ. അപ്പൊ ഉഞ്ഞാട്ട ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഉഞ്ഞാടെ തുടങ്ങിയോ? ഉഞ്ഞാടെ എന്താ ഇപ്പൊ പാട്ടിനെ പറ്റിയിട്ട് പറയാനുള്ള? ഏത് പാട്ടാ? പാട്ടിനെ പറ്റി പറയാൻ അങ്ങനെ വലിയ പാട്ടൊന്നുമല്ല, ചെറുതായിട്ട് പാടി നോക്കാം. ചിലപ്പോ ശരിയായ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവൂല എന്നല്ലേ. അമ്മൂട്ടി നീ പാടുന്ന? അമ്മൂട്ടി നിനക്ക് ഈ ഇതിനകത്തൊക്കെ പാടണമെന്ന് ആഗ്രഹം തോന്നിട്ടുണ്ട് എപ്പോഴും? ഇതറിയത്തില്ല. നിനക്ക് കീബോർഡ് വായിക്കാൻ അറിയോ? ഇല്ല. നിനക്കറിയോ? എന്നെ മാത്രം ആക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് എന്നെ പാട്ട് പഠിപ്പിച്ചത് കുഞ്ഞാടായി. പണ്ട് അങ്ങനല്ല, ചെറുപ്പത്തില് ഏതെന്നറിയോ? മാനത്തുണ്ടൊരു മുത്തശ്ശി, ആ പാട്ട് കുഞ്ഞിലെ അന്ന് പല്ലൊന്നും ഇല്ലാത്ത സമയത്ത് പാടും. പിന്നെ കീബോർഡ് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെന്നറിയോ? ഇതാ കാണിച്ചുതരാം. ഇതിനകത്ത് കേൾക്കൂല, എന്നാലും ഞാൻ മ്യൂസിക് കേൾപ്പിച്ചുതരാം. നിങ്ങൾ നോക്കിയോ, എന്റെ താളവും എല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഇത് മാത്രം എനിക്കറിയാവൂ, കാരണം വേറൊന്നും എനിക്ക് ഓൺ ആയിട്ടില്ലല്ലോ. ഏത് അല്ല, വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീട്ടില് കച്ചേരികളൊക്കെ ചെയ്യാൻ നമ്മൾ പ്ലാൻ ആക്കുന്നുണ്ട്. കാരണം അത് നമുക്ക് വീഡിയോയിലൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ മുന്നേറുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. രണ്ടുപേരും വേണം. രണ്ടുപേര്. ഓക്കെ. പാഴിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയാ. പാഴിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയാ. നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ, നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ മച്ചിലെ ശ്രീദേവിയാ. മംഗലപ്പാലയിൽ മലക്കുടമായി മണിനാഗക്കാവിലെ മൺവിളക്കാ. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നാലില്ല കോലായിൽ പൂവേളി പുൽപ്പായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു. നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു. പൊളി 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 പൊളി. നമുക്ക് ഇനി ഇതുപോലെ ഓരോ വ്ളോഗിൽ ഉഞ്ഞാട്ട ഒരു പാട്ട് കേട്ടാൻ കേട്ടോ. വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ഒരു എൻജോയ്മെന്റ് ആവും. കുറച്ച് സംഗീതം ആസ്വദിക്കുന്നവർക്കല്ലേ സംഗീതം ആസ്വദിക്കാൻ സാധിക്കും. ഗാർഗിയുടെ ക്രിയേറ്റിവിറ്റി എന്താ ഗാഗമോളെ? ഗാർഗിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഗിക്ക് പുറത്ത് പോയാൽ അപ്പം തിരിച്ചു വരും മേടിച്ചോണ്ട് വരും. ഗാർഗിക്ക് മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാട്ടെല്ലാം കേട്ട് വളരെ പീസ്. അത് ടിൻഷൻ പാടുന്നതല്ല കേട്ടോ ഇഷ്ടം, ചേട്ടായി പാടുമ്പോ മാത്രം മര്യാദക്ക്. അതെ അത് അത്രേ ഉള്ളൂ കേട്ടോ. എന്റെ പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമഡി പാട്ടുകളാണ്. എന്റെ ആക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഞാൻ അഭിനയിച്ച് ഒരു വീഡിയോ ഇപ്പം ചെയ്ത് കാണിച്ചു തരാം. എന്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും കണ്ടുപോക്കി പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ അമ്മൂട്ടി ഷൂട്ട് ചെയ്ത് തരണേ.
ഞങ്ങള് അതിശക്തമായി ഞങ്ങള് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഗാവപ്പം വരും. ഈ പോകാം എന്നുള്ള വാക്ക് കേൾക്കുമ്പോ തന്നെ ഗാർഗി വരും. പോകാനല്ല, ഇതെന്താ വെച്ചാൽ ഡയലോഗിന്റെ പോകലാണ്. അത് വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്ക് ഈവനിങ് വാക്കിംഗ് ഉണ്ട്. അത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഈ പോകാം എന്നുള്ള വേർഡ് കേട്ട ഉടനെ അപ്പം ഗാർഗി ഓക്കെ റെഡി, ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് വന്നു ഓക്കെ നിൽക്കും. പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ വിളിക്കണം വാ. വീട്ടിലെ ഷൂട്ടിന്റെ ഇടയിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ല പോകാം എന്നുള്ള ഒരു വാക്ക് കേട്ടപ്പോഴേ പുള്ളിക്കാരത്തി വിചാരിച്ചു ഇത് പോകാനുള്ള ടൈമായി. ഈവനിങ് വാക്കിങ്ങിനുള്ള സമയമായി. ഈവനിങ് വാക്കിങ് മാത്രമല്ല എന്നുവെച്ചാൽ ഈ നട്ട ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി ടാസ്ക് ആണ്. ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഏറ്റവും വലിയിട്ടുള്ള ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർഗി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മുടെ ഷൂട്ട് ശ്രദ്ധിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ഇവിടെയും കൂടെ ശ്രദ്ധിക്കണം. പക്ഷെ ഇവളെപ്പോഴും നമ്മുടെ കൂടെ തന്നെ വരും. അതൊക്കെ ഓക്കെ തന്നെ. പിന്നെ കോസ്റ്റ്യൂം മാറിയത് മറ്റേ റീലിന് വേണ്ടിയാണ് കേട്ടോ. അതായത് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കേട്ടോ. അത് വെച്ചാൽ ഒരു ദിവസം 2-3 ഡ്രസ്സുകളൊക്കെയാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. അതിന് കാരണം വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇന്നത്തെ കണ്ടന്റ് അതാണ്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവളാണ് കേട്ടോ. എല്ലാ ദിവസവും എത്ര ഡ്രസ്സ് അലക്കാനുണ്ടാവും? 2-3 ഡ്രസ്സുകൾ. ഇനി ഇതുമല്ലാതെ നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ വേറെ ഡ്രസ്സ്, വേറെ ഷൂട്ടാണല്ലോ. എവറി ടൈംസ് ഇവൾക്ക് വാഷിങ്. ഇന്തമാതിരി ഒരാളില്ലെങ്കിൽ ഞാൻ എന്നെ പണ്ണോടി. അങ്ങനെ നമ്മുടെ നീ ഒരു ലൈറ്റാ സ്വീറ്റ് ഒരു ചായ എടുത്തേ. ഷൂട്ടിന്റെ ഇടയ്ക്ക് ഞാൻ ലൈറ്റാ സ്വീറ്റ് ടച്ച് ഒരു ചായ എടുക്കാൻ പല സ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? എന്താണ്? എനിക്ക് ചായ കിട്ടുമ്പോഴത്തേനും ഒരു എനർജിയാണ്. അപ്പൊ ആ ചായ കിട്ടാൻ വേണ്ടിട്ട് എന്റെ സ്ക്രിപ്റ്റിൽ ഇല്ലെങ്കിൽ ഞാനൊരു ലൈറ്റാ സ്വീറ്റ് ഒരു ചായയുടെ സ്ക്രിപ്റ്റ് ഞാൻ ആഡാക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എപ്പടിയാണ് ഐഡിയ? സോ അങ്ങനെതാ ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. അതായത് ഏകദേശം 1.5 മണിക്കൂറുള്ള ഒരു ഷൂട്ടാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. നല്ല ക്ഷീണമായി, ടയേർഡായി. കാരണം അത് ഒന്നാമത് ചൂട് കാരണം കേട്ടോ. പ്രത്യേകിച്ച് പഠിക്കണമെന്നില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ സ്ഥിരം ഇവിടെ കാണുന്നതും സ്ഥിരം പറയുന്ന ഡയലോഗുമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ശരിക്കും എക്സ്പ്രഷൻ തന്നെ റിയൽ ആയിട്ട് നടക്കുന്ന സംഭവത്തെ ഒന്ന് ആസ്പദമാക്കിയിട്ട് നമ്മുടെ എല്ലാ വീഡിയോസും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടെ ഇത് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന സ്ക്രിപ്റ്റ് ഒന്നും പറ്റൂല. ദേഷ്യം എനിക്ക് പെട്ടെന്ന് അഭിനയിക്കാൻ പറ്റും. അതുള്ള മെയിൻ സ്ഥായി ഭാവമാണ്. അപ്പം അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഞാൻ ഈ ദേഷ്യപ്പെടലും ഇതിനൊന്നും അധികം ഞാൻ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ഏതാ? എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫണ്ണ്. എനിക്ക് ദേഷ്യമൊന്നും അങ്ങനെ കിട്ടത്തൊന്നുമില്ല. ദേഷ്യപ്പെടാൻ അറിയില്ല കേട്ടോ. ദേഷ്യപ്പെടാൻ അറിയത്തില്ല. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടാലും അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇവിടെ ചിരിച്ച് മനുഷ്യനെ ഊക്കിക്കളയും. അതുകൊണ്ട് ആ പരിപാടിക്ക് അതിക്കാറേ ഇല്ല. ഈ ഒരു സമയമാകുമ്പത്തേനാണ് ഇന്നിപ്പോ ഷൂട്ട് അവസാനിച്ചത്. അതെ, എന്തായാലും ഇന്ന് ഇപ്പൊ നേരത്തെയായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമലി ഇപ്പം ഞാൻ വർക്ക് ചെയ്യേണ്ട ടൈമാണ്. അപ്പം ഇന്ന് എനിക്ക് പോണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം ഉണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് പുറത്തു പോണ്ട. അതുകൊണ്ട് തന്നെ മാനേജ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നു. അതെ, അതുകൊണ്ട് തന്നെ ഇന്ന് എഡിറ്റിങ്ങിന് സമയമുണ്ട്. അപ്പം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കയറാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഇന്നിപ്പം ഷൂട്ടും കാര്യങ്ങളും എല്ലാം ഖതം ഹോ ഗയാ. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം.